ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷീ മാഗസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇതാ മറ്റൊരു പെരുന്നാളും കൂടി കഴിഞ്ഞു പോയിരിക്കുകയാണ്. എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി പെരുന്നാൾ ആഘോഷിച്ചു എന്നാണ് വിശ്വസിക്കുന്നത്. ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു പെരുന്നാൾ വിശേഷങ്ങളാട്ടോ. വളരെ കുറച്ച് മൊമെൻറ്റ്സ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ രാവിലെ തന്നെ ഒരു പള്ളിയിൽ പോകാനുള്ള പരിപാടിയിലാണ്. 7:45 നിസ്കാരം എന്ന് പറഞ്ഞു. നേരത്തെ തന്നെ പോവാണ്. അപ്പോൾ അവർ പോകുമ്പോഴേക്കും ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയാക്കിയിട്ടോ. ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പുട്ടും ചിക്കൻ കറിയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എല്ലാ പെരുന്നാളും ഇങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിച്ചിട്ടാണ് കേട്ടോ പള്ളിക്ക് പോകുന്നത്. പിന്നെ നമ്മളിവിടെ വന്നതിന് ശേഷമുള്ള ഞാൻ ഇതുവരെ ഈദിൻ്റെ വീഡിയോസൊന്നും ഇതുവരെ ഞാൻ ഷെയർ ചെയ്തിട്ടില്ല. വേറെ ഒന്നും അല്ല കേട്ടോ, നമ്മൾ ഇവിടേക്ക് വന്നതിന് ശേഷം അങ്ങനെ കാര്യമായിട്ട് നമുക്ക് പെരുന്നാളൊന്നും നല്ലോണം ആഘോഷിക്കാൻ പറ്റിയിട്ടില്ല. ഉള്ളത് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ പെരുന്നാളിന് തന്നെ ഇവിടേക്ക് എൻ്റെ ഫാദർ മരണപ്പെട്ടു. അപ്പോൾ അതുമായിട്ടുള്ളതായിരുന്നു. പിന്നെ ഇപ്പോൾ അതാ കഴിഞ്ഞ ചെറിയ പെരുന്നാളിനായിരുന്നു എൻ്റെ സിസ്റ്ററിൻ്റെ ഹസ്ബൻഡ് മരണപ്പെട്ടു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു വിഷമത്തിലും കാര്യത്തിലൊക്കെ ആകുമ്പോൾ നമ്മൾ പെരുന്നാളൊക്കെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ജസ്റ്റ് പള്ളിയിൽ പോവുക അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം കാര്യമായിട്ടുള്ള പെരുന്നാൾ ആഘോഷമൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ ഇന്നിപ്പോൾ അവരൊരുങ്ങി അവരിതാ പള്ളിയിലേക്ക് പോവുകയാണ്. ഒരു പള്ളിയിൽ പോയി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഞാൻ എൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്നത്. സാധാരണ പെരുന്നാൾക്ക് ഈ ഒരു സമയമാകുമ്പം പോക തിരക്കായിരിക്കും അടുക്കളയിൽ ഉണ്ടാവുക. കാരണം ഉച്ചക്കിലേക്കുള്ള ലഞ്ച് പ്രിപ്പറേഷനും പായസം ഉണ്ടാക്കലും അതൊക്കെ ആയിട്ട് തിരക്കായിരിക്കും. ഇപ്രാവശ്യം പക്ഷേ പെരുന്നാളായിട്ട് ബിരിയാണി ഉണ്ടാക്കണ ടെൻഷനില്ല കേട്ടോ. ബിരിയാണി ഇന്ന് പുറത്തുനിന്ന് ഓർഡർ ആക്കിയതാണ്. നമ്മൾ സാധാരണ അങ്ങനെ പുറത്തുനിന്ന് വാങ്ങിക്കാറില്ല. ഇപ്പം എന്താണെന്ന് അറിയില്ല. ഇക്കാക്ക പറഞ്ഞു ഇത്തവണ നമുക്ക് പുറത്തുനിന്ന് ആക്കാം. കാരണം പെരുന്നാൾ അടുപ്പിച്ചിട്ട് കുറേ ദിവസം നല്ല വർക്കായിരുന്നു കേട്ടോ എനിക്ക്. അപ്പോൾ ഇക്കാക്ക പറഞ്ഞു ഒരു ദിവസം ഈ അങ്ങനെ റെസ്റ്റ് എടുത്ത ഒരുപാട് പണിയാണല്ലോ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ. അപ്പോൾ ബിരിയാണീൻ്റെ കാര്യത്തിൽ ടെൻഷനില്ല. അപ്പോൾ പായസം ഇഷുമോൻ പറഞ്ഞു എല്ലാ പ്രാവശ്യം ചെറുപയർ പായസമാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇക്കാൻ്റെ ഫേവറേറ്റ് അതാണ്. അപ്പോൾ ഇത്തവണ ഒന്ന് സേമിയം വെച്ചാലോ എന്ന് ചോദിച്ചു അപ്പോൾ അവന്. അപ്പം ഒരു പ്രാവശ്യം എന്നാൽ പിന്നെ അവൻ്റെ ഇഷ്ടത്തിന് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇത്തവണ സേമിയ പായസമാണ് കേട്ടോ വെക്കുന്നത്. അതും നല്ല സിമ്പിളാണ്. അപ്പോൾ ഇതാ ആദ്യം തന്നെ നമ്മൾ നല്ല നെയ്യിൽ സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ഇനി അതിലേക്ക് 1 ലിറ്റർ പാലും പിന്നെ കുറച്ച് വെള്ളവും, അതിൻ്റെ പാലിൻ്റെ ഒരു പകുതി പോർഷൻ വെള്ളം എടുത്തിട്ട് നമുക്ക് തിളപ്പിച്ച് സേമിയ വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇപ്പം സേമിയ പായസം വെക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല അല്ലേ? പക്ഷെ എനിക്കുണ്ടല്ലോ സേമിയ പായസം ഉണ്ടാക്കാൻ അറിയില്ല കേട്ടോ. ഞാൻ ഏറ്റവും ടഫായിട്ടുള്ള പായസമാണ് എനിക്ക് എളുപ്പം. ഞാൻ എല്ലാ പ്രാവശ്യവും ചെറുപയർ പായസമാണ് ഉണ്ടാക്കുന്നത്. അത് ഭയങ്കര കുറച്ച് പണിയുള്ള പായസമാണ്. പക്ഷെ എനിക്കത് എളുപ്പമാട്ടോ. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന പായസമാണത്. ചെറുപയർ പായസം ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നത് പോലും ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. എനിക്ക് അത് അറിയില്ലായിരുന്നു കേട്ടോ. ഇക്കാൻ്റെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് വെക്കുന്നതാണ്. അപ്പം ഇക്കാക്ക് ഭയങ്കര ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വേണമെങ്കിൽ ഒരു 4 ഗ്ലാസ് 5 ഗ്ലാസ് വരെയൊക്കെ കുടിക്കും കേട്ടോ. അത്രയ്ക്ക് ഫേവറേറ്റാണ്. ഇക്കാൻ്റെ ഉമ്മ ഉണ്ടാക്കണ പായസം എന്ന് പറഞ്ഞിട്ട് ഇക്കാക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനും ആ ഒരു ഓർമ്മക്കായിട്ട് എല്ലാ പെരുന്നാൾക്കും ഈ ചെറുപയർ പായസം തന്നെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇതാ നമ്മൾ പായസം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് മാറ്റി വെച്ച് കണ്ടോ. ഞാനിപ്പോൾ ഒരു ഷുഗർ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പഞ്ചസാര ഉള്ള ഐറ്റംസൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു ഡയറ്റാണ് കേട്ടോ. തടി കുറച്ച് കൂടുതലായോ എന്നൊരു സംശയമുണ്ട്. അപ്പോൾ അതൊന്ന് കുറയ്ക്കാനും പിന്നെ ഹെൽത്തി ആയിരിക്കുന്നത് നല്ലതാണല്ലോ. ഷുഗർ അത്ര നല്ല സാധനമല്ല. അപ്പോൾ അത് ആ ഒരു ലൈഫ് സ്റ്റൈൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു 10-15 ദിവസമായിട്ട് പഞ്ചസാര കട്ട് ഓഫ് ചെയ്തിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് കേട്ടോ പിന്നെ പായസം കുടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ പായസം കുടിക്കാൻ ഞാൻ ജാതിയാണെന്നാണ്. അപ്പം ഞാൻ മധുരം ഇടുന്നതിന് മുമ്പേ എനിക്ക് പായസം ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഉമ്മ വരും. ഉമ്മക്ക് ഡയബറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ ഉമ്മക്കും കൂടി കൊടുക്കാൻ വിചാരിച്ച് കുറച്ചധികം ഞാനങ്ങോട്ട് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ അതിന് ശേഷം ഞാൻ ചിക്കന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ചതക്കിയതുണ്ടായിരുന്നു കേട്ടോ. അപ്പം ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ കൂടെ ചിക്കൻ ഫ്രൈ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് ചിക്കന് പൊരിക്കുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ബേസിക് മസാല ആയിട്ടുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും പിന്നെ നമ്മുടെ മറ്റേ ഇഞ്ചി വെളുത്തുള്ളി ആ മിക്സും കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുകയാണ്. പിന്നെ അതിലേക്ക് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്യുന്നത് കോൺഫ്ലോർ ആണ്. ഒരു 2 ടീസ്പൂൺ കോൺഫ്ലോർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എനിക്ക് ചിക്കൻ ഫ്രൈ ആക്കുന്നതിൽ കോൺഫ്ലോർ ആഡ് ചെയ്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
ആ ഒരു ചിക്കൻ ഫ്രൈൻ്റെ മുകളിലൊരു കോട്ടിങ് വരുന്ന ആ ഒരു സംഭവം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ മാരിനേറ്റ് ചെയ്ത് ചിക്കൻ ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാം കേട്ടോ. ഇതിപ്പോൾ രാവിലെ തന്നെ ആണല്ലോ. അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ ഒരു 12 മണി എന്തായാലും ആകും. അപ്പം ആ ഒരു സമയം നോക്കിയിട്ട് പൊരിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് പായസത്തിലേക്കുള്ളതാണ്. നല്ല നെയ്യിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി ഫ്രൈ ചെയ്തിട്ട് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സേമിയ പായസത്തിൻ്റെ റെസിപ്പിയൊക്കെയാണ് പറഞ്ഞിരുന്നത്. എനിക്കിത് അറിയില്ല, സേമിയ പായസം ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ ഓരോ തവണ ആകെ എനിക്ക് വേണോ 1-2 തവണ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാൻ ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ ഉമ്മനെ വിളിച്ച് ചോദിക്കും അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ കേട്ടോ ഇതും ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മളെ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കിച്ചണിലെ ഇപ്പോഴത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പം ഞാനിന്ന് കുളിച്ചാൾട്ടേ എന്ന് വിചാരിച്ചിട്ട് കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഇത് എൻ്റെ പെരുന്നാൾ ഡ്രസ്സ് അല്ല, പക്ഷേ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. അപ്പോൾ കുളിച്ച് മാറ്റിയിട്ട് അത് ഇടാമെന്ന് വിചാരിച്ചിട്ട് അതിട്ടപ്പോൾ എൻ്റെ കുളി നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും പള്ളിയിൽ നിന്ന് ഇവരൊക്കെ വന്നു കേട്ടോ. അപ്പോൾ വന്ന പാടന്നെ പായസം കുടിക്കുകയാണ് അവർ. പിന്നെ ഇക്കാക്ക് ഓരോരുത്തരെ വിശ്വാസം അറിയിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വിളിക്കലും അങ്ങോട്ട് വിളിക്കലും ഒക്കെ ആയിട്ട് കുറച്ച് തിരക്കിലാണ്. ഞാൻ ഈ മധുരമില്ലാത്ത പായസമാണ് കുടിച്ചിട്ടുള്ളത്. വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ പള്ളിയിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇക്കാക്ക് പോയിട്ട് ഫുഡ് എടുത്തു കൊണ്ടുവന്നു. ഈ ബ്രോയിലർ അല്ല കേട്ടോ, ലെഗോൺ ചിക്കൻ്റെ ബിരിയാണിയാണ്. അടിപൊളി ബിരിയാണിയാണ്. നമ്മളവിടെ ഹൗസ് വാമിങ് ഫംഗ്ഷന് വെച്ചിട്ടുള്ള ആ ടീംസിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ നമ്മൾ ഇത് വാങ്ങിയിട്ടുള്ളത്. പിന്നെ ആ സമയത്ത് ഞാൻ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കാൻ വിചാരിച്ചു. അപ്പോൾ ചിക്കനൊക്കെ പകുതി മുക്കാൽ പൊരിച്ചു. ഇനി ഓരോ ട്രിപ്പായിട്ട് ഞാൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോഴാണ് എൻ്റെ ഉമ്മ വന്നിട്ടുള്ളത്. ഉമ്മ രാവിലത്തെ ഫുഡ് കഴിഞ്ഞ് ഇങ്ങനെ ഇറങ്ങിയതാണ് തറവാട്ടിലൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമുക്കാണെങ്കിൽ 2 ഗസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എന്തായാലും തറവാട്ടിലേക്ക് പോകാനൊന്നും കഴിയില്ല. അപ്പോൾ വൈകുന്നേരം പോകാൻ വിചാരിച്ചു. അപ്പോൾ അമ്മൻ്റെ അടുത്ത് ബേബി എന്തൊക്കെയോ വിശേഷങ്ങൾ പറയാൻ കേട്ടോ. പിന്നെ അമ്മ അധിക സമയമൊന്നും നിന്നിട്ടുണ്ടായിരുന്നില്ല. തറവാട്ടിൽ നിന്നായിരുന്നു ലഞ്ച്. അപ്പോൾ അങ്ങോട്ടേക്ക് പോയി. ഇതാണ് കേട്ടോ നമ്മുടെ ഗസ്റ്റ്. ഒന്ന് നമ്മളെ ഷോപ്പത്തെ സ്റ്റാഫുമാണ്, മറ്റേത് നമ്മളെ വളരെ അടുത്ത ഒരു ഫ്രണ്ടാണ് കേട്ടോ. അപ്പം ഇവരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു. പപ്പ വന്നിട്ടുണ്ട്. പപ്പയും തറവാട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ടാണ് കേട്ടോ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഒരു കുഞ്ഞു പെരുന്നാൾ വിശേഷം. എനിക്കറിയാം അത്ര നന്നായിട്ടൊന്നും ഇല്ല വീഡിയോ ഒന്ന്. കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പുതിയ വീഡിയോ ആയിട്ട് വരാം. ബൈ.